ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. ഒരു ഈവനിങ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കാണ്ട്. അപ്പം എനിക്കും പോകണം, കുറച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം. മോനോടി വന്നിട്ട് ഒന്ന് റെഡി ആയിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രീ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് വളരെ നോർമലായിട്ടുള്ള ഒരു വീഡിയോ ടോപ്പിക്കാണ്. എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന ടോപ്പിക്കാണ്. നമുക്ക് കാലത്ത് എണീക്കാൻ, മോർണിംഗ് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചില ആൾക്കാരെങ്കിലും ഉണ്ടാവും. കാരണം എനിക്ക് മോർണിംഗ് എണീക്കാൻ ഭയങ്കര സ്ട്രഗിളാണ്. കാരണം ഞാൻ ഒന്നാന്തരം മടിച്ചെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എനിക്ക് മോർണിംഗ് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് എനിക്ക് ലേറ്റ് സ്ലീപ്പാണ്. എത്ര നേരത്തെ കിടന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് മോർണിംഗ് എണീക്കാൻ ഭയങ്കര മടിയാണ്. എന്നെ പോലെ വന്നിട്ട് കാലത്ത് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ്. ഞാൻ ഈ ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് വരുന്നത്. അപ്പം അത് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ നമുക്കതാണ് മോട്ടോ വീഡിയോ ചെയ്യുന്നതിൻ്റെ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള റീസൺ കണ്ടുപിടിക്കണം. നമ്മൾ എന്തിനാണ് മോർണിംഗ് എണീക്കുന്നത്? ചില കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മോർണിംഗ് എണീക്കുന്നത്. ചിലർക്ക് വർക്ക് ഉണ്ടാവും. ഇപ്പോൾ മോർണിംഗ് ഏർലി ലോഗിനൊക്കെ ആണെങ്കിൽ അങ്ങനെ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് കുഞ്ഞിനൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് എക്സസൈസിന് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ കാലത്ത് യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, ഇല്ലെങ്കിൽ സാധകം ചെയ്യുന്നവർ, മ്യൂസിക്കൊക്കെ പാടുന്നവർ സാധകമൊക്കെ ചെയ്യാനാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ നമുക്ക് പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുള്ള ഒരു റീസൺ. അതായത് ഇപ്പം നമുക്ക് മോനിപ്പം എൻ്റെ മോനാണെന്ന് വെച്ചാൽ 8 മണിക്കാണ് പോവുക. ഓക്കെ, ഗണേഷ് കുറച്ചുകൂടി ലേറ്റായിട്ടേ പോകുള്ളൂ. അപ്പം മോനെ 8 മണിക്ക് പോകണമെങ്കിൽ നമ്മൾ എപ്പോൾ എണീക്കണം, എപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. എത്ര സമയമാണ് നമുക്ക് വേണ്ടത്, കാലത്ത് എണീക്കേണ്ടത് എപ്പോഴാണെന്നുള്ളൊരു ക്ലാരിറ്റി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിക്സ് യുവർ റൂട്ടീനാണ്. അതായത് നമ്മൾ ഫിക്സ് ചെയ്യുക. നമ്മൾ എങ്ങനെ പോയാലും നമുക്കൊരു ഹെൽത്തി ലൈഫ് കിട്ടണമെങ്കിൽ നമ്മളൊരു 7 to 8 hours നമ്മൾ ശരിക്കും ഉറങ്ങണം. അതായത് 6 hours എന്ന് പറയുമെങ്കിലും 7 to 8 hours ഉറങ്ങിയാലാണ് നമുക്ക് ക്ഷീണമൊന്നും ഇല്ലാണ്ടിരിക്കുള്ളൂ. പ്രോപ്പറായിട്ട് ഡേ പോകണമെങ്കിൽ നൈറ്റ് മര്യാദയ്ക്ക് ഉറങ്ങണം. അപ്പം 7 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങണം. അതായത് ഇപ്പോൾ മോർണിംഗ് നിങ്ങൾക്ക് ഒരു 5:30ക്ക് എണീക്കണം എന്ന് വെച്ചാൽ നൈറ്റ് ഒരു 10 മണിക്ക് കിടക്കണം. ഇല്ല ഞാൻ 1 മണിക്ക് കിടന്നിട്ട് 5:30ക്ക് എണീക്കണം എന്ന് പറഞ്ഞിരുന്നത് 4 hours സ്ലീപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളൊരു റെഗുലർ റുട്ടീനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ശരിക്കും എല്ലാ ദിവസവും ഞാനൊരു 5:30ക്ക് എണീക്കണം എന്നുള്ളൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റുട്ടീൻ നിങ്ങൾക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാലത്ത് ഓടി പടയ്ക്കാൻ വയ്യ, മുമ്പേക്കും കറക്റ്റായിട്ട് ഫുഡ് ആവണം, കറക്റ്റായിട്ട് ലോഗിൻ ചെയ്യണം, എക്സസൈസ് ചെയ്യണം, ഇതൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ 7 to 8 hours ഉറങ്ങണം. അത് പ്ലാൻ ചെയ്തിട്ട് വേണം. അതായത് 7 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങിയിട്ട് ഇങ്ങനെ ഏർലി വേക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി വേഗം കിടക്കണം. 5:30ക്ക് എണീക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 10 മണിക്ക് ഉറങ്ങണം. 10 മണിക്ക് ഉറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കിടന്ന ഉടനെ ആരും ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉറങ്ങാറില്ല. കുറച്ച് ടൈം എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഉറക്കത്തിലോട്ട് പോകുക. അപ്പോൾ ഒരു 9:30, 9:45 ഒക്കെ കിടന്നാലാണ് നമ്മളൊരു 10-10:30ക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഉറങ്ങുള്ളൂ. അപ്പം ആ ഒരു 7 to 8 hours സ്ലീപ്പ് എടുത്തിട്ട് നമ്മളുടെ റുട്ടീൻ ടൈം നമ്മളൊന്ന് എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മൊബൈലൊക്കെ കുറച്ച് ഒരു 1 hour മുമ്പ് തന്നെ മൊബൈൽ ഓഫ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സ് വാങ്ങിക്കുക. ഇല്ല മൊബൈൽ അടുത്ത് തന്നെ വേണം എന്നുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മ്യൂസിക് ഇട്ടിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കിടക്കാം. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഉറക്കത്തിലോട്ട് വരും. ഒരുപാട് ലൈറ്റുള്ള റൂമിൽ നമ്മൾ കിടക്കാണ്ടിരിക്കുക. ലൈറ്റ് ഒന്ന് ഡിം ലൈറ്റുള്ള 0 ബൾബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ലൈറ്റ് കുറഞ്ഞ ബൾബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓൺ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ബുക്സ് വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ബുക്സ് വായിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ച് കേൾക്കാം. അപ്പോൾ തന്നെ നമുക്ക് എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങാനുള്ള ആ ഒരു സിറ്റുവേഷൻ, ഞാൻ ഉറങ്ങാൻ പോകാമെന്നുള്ളത് നമുക്കൊന്ന്
ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ചിലവർ ഉറങ്ങും, ചിലവർ ബുക്ക് വായിക്കുമ്പോൾ തന്നെ ഉറങ്ങുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. മൊബൈൽ വന്നിട്ട് നമ്മൾ അധികം ഉറക്കമൊഴിക്കുന്നത് എങ്ങനെയാണ്, മൊബൈലിൽ റീൽസ് സ്ക്രോൾ ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുക, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെ അമ്മ കഥയൊക്കെ പറഞ്ഞു തരുമല്ലേ, അത് കേട്ടിട്ടല്ല ഉറങ്ങുക. അപ്പം അതിന് പകരം നമ്മളിപ്പോൾ വലിയ കുട്ടികളായി, നമുക്ക് സ്റ്റോറി പറഞ്ഞു തരാനൊന്നും ആരുമില്ല. അപ്പം നമ്മൾ ഒന്നുമില്ലെങ്കിൽ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ബുക്സ് വായിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് കേട്ടിട്ട് നമ്മൾ ഉറക്കത്തിലോട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ അലാറം ഇല്ലേ, നമ്മളുടെ അലാറം നമ്മളുടെ തൊട്ടടുത്താണല്ലോ അലാറം വയ്ക്കുന്നത്, ആ അലാറം കുറച്ച് മാറ്റി ദൂരെ വയ്ക്കുക. മീൻസ് നമുക്ക് കൈകൊണ്ട് എത്താൻ പാടില്ല. ഇത് ഞാൻ എന്താ ചിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ പരിപാടിയാണ്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് കാലത്ത് എണീക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നമാണ്, ഞാൻ 4 മണിക്ക് അലാറം വയ്ക്കും, എന്നിട്ട് 4 മണിക്ക് അടിക്കുമ്പോൾ ഞാൻ സ്നൂസ് ചെയ്യില്ലേ, അപ്പോൾ വീണ്ടും സ്നൂസ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് 4:15, 4:30 അങ്ങനെയൊക്കെ ആക്കി വെക്കുന്നു. അതിന് മെയിൻ ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അപ്പം നിങ്ങളുടെ അലാറം വന്നിട്ട് നമ്മൾ കൈയെത്തുന്ന ദൂരത്ത് വെക്കരുത്. കുറച്ച് ദൂരത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണീറ്റ്, അതിൻ്റെ ശല്യം കാരണം നമ്മൾ എണീറ്റ് അത് ഓഫ് ചെയ്യില്ലേ. എണീറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മര്യാദയ്ക്ക് ഉറക്കം കിട്ടില്ല, അപ്പം നമ്മൾ എണീക്കും. അപ്പം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അതാണ്, നമ്മൾ കിടക്കുന്നതിൻ്റെ അടുത്ത്, അതായത് നമ്മൾ കൈയെത്തുന്ന ദൂരത്ത് ഒരിക്കലും അലാറം വെക്കരുത്. അങ്ങനെ അലാറം ഇപ്പോൾ ഫോണിലായാലും ഇല്ല, നിങ്ങളൊരു ക്ലോക്ക് ടൈം പീസ് വന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ഓക്കെ, പക്ഷെ അത് വന്നിട്ട് അടുത്ത് വെക്കരുത് കേട്ടോ, കൈയെത്തുന്ന ദൂരത്ത് വെക്കരുത്, കുറച്ച് ദൂരത്ത് വെക്കുക. അപ്പം നമ്മൾ എണീറ്റിട്ട് അത് ഓഫ് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ എണീക്കും, വീണ്ടും കിടന്നാൽ നമുക്ക് പഴയ പോലെ ഒരു ഉറക്കം കിട്ടില്ല. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത പോയിന്റ് അതേപോലെ തന്നെ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വേക്കപ്പ് റിച്വൽസ് മെയിൻറ്റെയിൻ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർട്ടൈൻസ് ഒക്കെ വന്നിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിടുക. അതേപോലെ നമ്മളുടെ മോർണിംഗ് റുട്ടീൻസ്, ബ്രഷ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഒരു 7 days 8 days നമ്മൾ അത് റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിനിന് വന്നിട്ട് ഒരു ട്രെയിനിങ് കിട്ടും, ഓക്കെ ഇത് മോർണിംഗ് ടൈം ആണ് എന്നുള്ളത്. പെട്ടെന്ന് നമ്മൾ ഉറക്കഭ്രാന്തായതുകൊണ്ട് നമുക്ക് എണീക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ ഒരു ഓഫ് മോഡായിരിക്കും അല്ലേ. അപ്പം അതൊന്ന് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ മോർണിംഗ് ഈ റിച്വൽസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് വന്നിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഓക്കെ നമ്മൾ വേക്കപ്പ് ചെയ്യണം, നമ്മൾ വർക്കൊക്കെ ചെയ്യണം, ഇത് വന്നിട്ട് മോർണിംഗ് ആണെന്നുള്ളൊരു മെസ്സേജ് വന്ന് നമുക്ക് അതിൽ കൂടെ കൊടുക്കാൻ പറ്റും. അത് കുറച്ചുകൂടി ഈസിയാണ്, നമുക്ക് റെഗുലറായിട്ട് ഏർലി വേക്കപ്പ് ചെയ്യാൻ അതൊരു ഈസി മെത്തേഡാണ്. അതേപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവർക്കും ഫോളോ ചെയ്യണമെന്നില്ല, എന്നാലും ഞാൻ പറയുന്ന എൻ്റെ പേഴ്സണൽ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരേ സമയത്ത് ഉറങ്ങാനും അതേപോലെ എഴുന്നേക്കാനും ശീലിക്കുക. ഓക്കെ 10 മണിക്ക് കിടന്നുണ്ടെങ്കിൽ 5:30 ആണെങ്കിൽ 5:30, 6 o'clock ആണെച്ചാൽ 6 o'clock എണീക്കുന്ന ആ ഒരു റെഗുലർ. ഇപ്പോൾ മൺഡേ വന്നിട്ട് നമ്മൾ 10 മണിക്ക് ഉറങ്ങി 6 മണിക്ക് എണീറ്റു, ട്യൂസ്ഡേ വന്നിട്ട് നമ്മൾ 11 മണിക്ക് ഉറങ്ങി വന്നിട്ട് 8 മണിക്ക് എണീറ്റു, ഇപ്പോൾ വെനസ്ഡേ വന്നിട്ട് നമ്മൾ 10 മണിക്ക് ഉറങ്ങി നമ്മൾ 4 മണിക്ക് എണീറ്റു. അങ്ങനെ ഒരു ഇറഗുലറായിട്ട് ഫോളോ ചെയ്യാണ്ട് നമ്മൾ ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് ആ സമയത്ത് എണീക്കും, ആ സമയത്ത് ഉറങ്ങും ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു നല്ല റുട്ടീൻ വന്നിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അതാണ് അടുത്ത പോയിന്റ് എന്നുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ചെറിയ ടിപ്സാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റണേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യത്തിൽ ഇതൊക്കെ ചെയ്തിട്ടാണ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്തത്. എനിക്കാവുമ്പോൾ ഒരു 5:30 ഒരു 6 മണിക്കെങ്കിലും എണീറ്റാലാണ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. ഇത് 6:30 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ, മോന് പോകാൻ ലേറ്റാവും എന്നുള്ളതല്ല, ആ ഒരു 8 മണി വരെ നമ്മൾ കിടന്ന് ഓടേണ്ടി വരും. ആ ഒരു ഓടൽ ഒഴിവാക്കാനായിട്ട് കാലത്ത് ലഞ്ച് വേണം, സ്നാക്സ് വേണം, ബ്രേക്ക്ഫാസ്റ്റ് വേണം, എല്ലാം കൂടെ കിടന്നിട്ട് നമ്മൾ വന്നിട്ട് തലകുത്തി മറയുന്നേക്കാളും നല്ലത് നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര പേർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. എനിക്ക് ചിലർ പറയുമായിരിക്കും അങ്ങനെ ഓടേണ്ടി വന്നാൽ നമുക്ക് കുറച്ച് നേരം കൂടി ഉറങ്ങാമല്ലോ എന്ന്. ശരിയാണ്, പക്ഷെ ആ ബദ്ധപ്പാടിന് നമുക്ക് ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വന്നിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്താണ് ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.